വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ ചേർപ്പിലെ സദാചാര കൊലക്കേസിൽ 4 പ്രതികൾ കൂടി പിടിയിൽ. ഉത്തരാഖണ്ഡിൽ പിടിയിലായ പ്രതികളെ തൃശൂരിലെത്തിച്ചു. അരുൺ, അമീർ, നിരഞ്ജൻ, സുഹേൽ എന്നിവരെയാണ് നാട്ടിലെത്തിച്ചത്. ഇതിൽ അരുൺ, അമീർ എന്നിവർ സഹറിനെ ആക്രമിച്ച സംഘത്തിൽ ഉൾപ്പെട്ടവരാണ്. നിരഞ്ജൻ, സുഹേൽ എന്നിവർ പ്രതികളെ ഒളിവിൽ കഴിയാൻ സഹായിച്ച കുറ്റത്തിനാണ് പിടിയിലായത്. രാത്രി തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ച പ്രതികളെ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കുടിവെള്ള പദ്ധതിയിലെ ജലവിതരണം മുടങ്ങിയിട്ട് 4 മാസം പിന്നിട്ടിട്ടും പരിഹാരമില്ല. കോഴിക്കോട് കാരശ്ശേരി പഞ്ചായത്തിലെ കൊളോറമ്മൽ പ്രദേശത്തെ കുടുംബങ്ങളാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കൊളോറമ്മലിലെ കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം എത്തിയിട്ട് മാസങ്ങളാകുന്നു. ഇതുമൂലം 40ഓളം കുടുംബങ്ങളാണ് വെള്ളത്തിനായി നെട്ടോട്ടം ഓടുന്നത്. മണ്ണിനടിയിലൂടെ സ്ഥാപിച്ചിട്ടുള്ള ജലവിതരണ പൈപ്പുകൾ പൊട്ടിയത് നന്നാക്കാത്തതാണ് ദുരിതത്തിന് കാരണം. തുടക്കത്തിൽ പമ്പ് സെറ്റും കേടായിരുന്നു. പരാതിക്കൊടുവിൽ പ്രസിഡന്റ് ഇടപെട്ട് കഴിഞ്ഞ മാസം അറ്റകുറ്റപ്പണി നടത്തി. പിന്നീടും പൈപ്പുകളിൽ വെള്ളം എത്തിയില്ല. കുന്നിന്റെ മുകളിലാണ് ടാങ്ക്. ടാങ്കിലേക്കും വീടുകളിലേക്കുമുള്ള പൈപ്പുകൾ മണ്ണിനടിയിലൂടെയാണ് പോകുന്നത്. എവിടെയാണ് പൈപ്പ് പൊട്ടിയതെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ പൈപ്പ് സ്ഥാപിച്ച ഇടങ്ങളിലെല്ലാം കുഴിച്ചു നോക്കണം. കുടിവെള്ള പദ്ധതിയുടെ സൂക്ഷിപ്പും അറ്റകുറ്റപ്പണി നടത്തലും കറണ്ട് ചാർജ്, പമ്പിംഗ് ജോലിക്കാരന് കൂലി എന്നിവയും ഉപഭോക്താക്കളാണ് നൽകേണ്ടത്. നിർധന കുടുംബങ്ങളാണ് ഇവിടെ കഴിയുന്നവരിൽ ഏറെയും. ഇവർക്ക് ഈ ചിലവ് താങ്ങാനാകില്ല. 5 മാസമായിട്ട് ഞങ്ങളെ കുടിവെള്ളം മുടങ്ങിക്കിടക്കുകയാണ്. ഞങ്ങൾക്ക് 50 വീടിന് ഒരു പഞ്ചായത്ത് കിണർ മാത്രമേ ഉള്ളൂ. കൊളോറക്കുന്നുമല്ലുള്ളത് മുഴുവനും പാവപ്പെട്ട ജനങ്ങളാണ്. ഇവർക്കൊന്നും കിണറില്ല. അങ്ങനെ ഈ പഞ്ചായത്ത് കിണറിന് വെള്ളം കൊണ്ടുപോയിട്ട് വേണം എല്ലാ കാര്യങ്ങളും നടക്കാൻ. കുടിവെള്ളം, ബാത്റൂം ആവശ്യം, പിന്നെ അലക്കാനും കുളിക്കാനും എല്ലാം. 180% SC-കാരാണ് താമസിക്കുന്നത്. അങ്ങനത്തെ SC-കാരായി ഞങ്ങളാണ് ഈ കഷ്ടപ്പെട്ട് വെള്ളം കുന്നു കയറ്റി കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ അത്രയും വീട്ടുകാർക്ക് ഒരു പഞ്ചായത്ത് കിണറാണുള്ളത്. അതാണെങ്കിൽ എല്ലാവരും മുഖ്യ വെള്ളം തീരുന്ന പഞ്ചായത്ത് കിണറാണത്. അതൊന്നും തലയിൽ വെള്ളം കെട്ടി കൊണ്ടുപോവുകയാണ് ഞങ്ങൾ ചെറിയ കുട്ടികളൊക്കെ, എൻ്റെ മരുമകളൊക്കെ ചെറിയ കുട്ടികളാണ്. ആ കുട്ടികളെ ഇട്ടാണ് കഷ്ടപ്പെട്ട് കൊണ്ടുപോകുന്നത്. കുടിവെള്ളം എത്തിക്കാൻ വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രശ്നത്തിൽ ഇടപെടുന്നില്ലെന്നും ആരോപണമുണ്ട്. പഞ്ചായത്തിന് മുന്നിൽ LDF പ്രതിഷേധവും സംഘടിപ്പിച്ചു. പട്ടികജാതി കുടിവെള്ള പദ്ധതിയാണെന്ന് കൂടി അറിയാത്ത പട്ടികജാതി പ്രതിനിധി പ്രസിഡന്റായിരിക്കുന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ കൂടിയായ നാട്ടിൽ ജീവിക്കേണ്ടി വരുന്ന ഒരു ഗതികേടിൽ നമ്മളുണ്ട്. കഴിഞ്ഞ 5 മാസമായി ഞങ്ങൾ ഇതിന് നിരന്തരമായിട്ട് എല്ലാ മാസവും പണം അടച്ചുകൊണ്ടിരിക്കുക. പണം അടക്കുന്നത് വൈദ്യുതി വിച്ഛേദിക്കാതിരിക്കാനാണ്. കുടിവെള്ളം കിട്ടാതെ കഴിഞ്ഞ 5 മാസമായിട്ട് വെള്ളം കിട്ടാതെ വൈദ്യുതി അടച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളോട് പറയാം, ഞങ്ങൾ സഹകരിക്കുന്നില്ല. എങ്ങനെയാണ് സഹകരിക്കേണ്ടത്? പ്രശ്നത്തിൽ പരിഹാരം കാണാമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VP സ്മിത പറഞ്ഞു. നിലവിലെ കമ്മിറ്റി പറയുന്നത് ഗുണഭോക്താക്കൾ ഒരു രീതിയിലും സഹകരിക്കുന്നില്ല. കാരണം എല്ലാവരും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ പൈപ്പ് എവിടെയാണെന്ന് പൊട്ടിയ കണ്ടെത്തിങ്ങാൻ ഞാൻ പറഞ്ഞ അത്രയും ഭാഗങ്ങൾ പൈപ്പും പഞ്ചായത്ത് തന്നെ മാറ്റിത്തരാം, എവിടെയാണെന്നൊന്ന് കണ്ടെത്തി തന്നാൽ മതി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അതുപോലെ അവർ ഗുണഭോക്താക്കൾ ഒരു രീതിയിലും സഹകരിക്കാതെ പുറത്തുനിന്ന് ഇന്ന് പഞ്ചായത്തിലേക്ക് വന്ന സമരം പോലും അത് വെറും ഒരു രാഷ്ട്രീയ പ്രേരിതമാണ്. കവര് പൂത്ത കായൽ ഇപ്പോൾ മലപ്പുറം താനൂർ കളരിപ്പടിയെയും നീലവർണ്ണമണിയിക്കുകയാണ്. നീലവസന്തം ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തുന്നത്. പുന്നൂക്ക് വടക്ക് വാഴത്താളം ഭാഗത്ത് ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഈ പ്രതിഭാസം. ഒരാഴ്ചയിലേറെയായി ആയിരക്കണക്കിന് ആളുകളാണ് കവര് കാണാൻ ഇവിടെ എത്തുന്നത്. രാത്രി 7 മുതൽ പുലർച്ചെ 4 വരെയാണ് കവര് തീർക്കുന്ന മനോഹര കാഴ്ച കാണാനാകുക. വൈകുന്നേരങ്ങളിൽ എത്തുന്നവർ രാത്രി വരെ ഇവിടെ തങ്ങുകയാണിപ്പോൾ. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അങ്ങനെ കണ്ടിട്ടില്ല, നമ്മുടെ സിനിമയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പരിചയമാണ് നമുക്ക്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വഴി കണ്ടുപരിചയമായിട്ട് വന്നതാണ്. എത്ര മണിക്ക് എത്തി? ഇവിടെ ഒരു 10 മണി 11 മണിയായിട്ട് എത്തി. കാണാൻ പറ്റിയോ? കുഴപ്പമില്ലാത്ത രീതിയിൽ കാണാൻ പറ്റും. ഞങ്ങൾ ഇവിടെ നോക്കിയപ്പോൾ അധികം ഇല്ലേനു, എന്നാ കലങ്ങിയിട്ട് പിന്നാണ്ട് കുറച്ചുകൊണ്ട് അപ്പുറത്തേക്ക് പോയപ്പോൾ അവിടെ സെറ്റാണ്. അവിടെ ചെക്കൻ നിന്നാണ് ഉഷാറാക്കി കിടക്കുന്നത്. പക്ഷെ വീഡിയോയിൽ ഇങ്ങോട്ട് കിട്ടുന്നില്ല, ഫുള്ള് ബ്ലാക്ക് ആയി.
ഇരുട്ടിൽ മാത്രമേ കവര് കാണാൻ കഴിയൂ. പകൽ മുഴുവൻ സാധാരണ വെള്ളത്തിന്റെ നിറം തന്നെയാണ്. വെള്ളം ഇളകുമ്പോഴാണ് നീലപ്രകാശം വരുന്നത്. കൈകൾ കൊണ്ട് വെള്ളം കോരിയെറിയുമ്പോൾ നീല നക്ഷത്രങ്ങൾ വിരിയുന്ന അനുഭവമാണെന്നാണ് ഇവിടെ എത്തുന്നവർ പറയുന്നത്. പുതിയങ്ങാടി എങ്ങനെ ഇവിടെ എത്തിപ്പെട്ടെ? സുഹൃത്തുക്കളൊക്കെ വന്നിട്ട് അവർ പറഞ്ഞു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? ആദ്യമായിട്ടല്ലേ ലൈഫിൽ കാണാത്തല്ലേ. നോക്റ്റിലൂക്ക സിൻഡിലൻസ് എന്ന സ്വതന്ത്രമായി ജീവിക്കുന്ന ഡൈനോ ഫ്ലജലേറ്റ് സമുദ്രജീവിയുടെ ജൈവദീപ്തിയാണ് കവര്. ഇണയെയും ഇരകളെയും ആകർഷിക്കാനും ചിലപ്പോൾ ശത്രുക്കളിൽ നിന്ന് രക്ഷയ്ക്കുമായാണ് ഇത് പുറപ്പെടുവിക്കുന്നത്. വേനലിൽ വെള്ളം വറ്റി കട്ടികൂടി ഉപ്പുരസം അധികരിക്കുമ്പോഴാണ് കവര് പൂക്കുക. ഈ പ്രതിഭാസം കാണാൻ താനൂരിൽ മണിക്കൂറുകളാണ് ആൾക്കാർ ചിലവഴിക്കുന്നത്. ന്യൂസ് 18 തിരൂർ. യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ 2.5 മാസമായിട്ടും പ്രതികളെ പിടികൂടിയില്ല. കോഴിക്കോട് വടകര കാർത്തികപ്പള്ളി സ്വദേശി അശ്വിനാണ് കഴിഞ്ഞ ഡിസംബർ 28-ന് മർദ്ദനമേറ്റത്. 2.5 മാസം കഴിഞ്ഞിട്ടും അശ്വിന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാനായിട്ടില്ല. കഴിഞ്ഞ വർഷം ഡിസംബർ 28-ന് കാർത്തികപ്പള്ളിയിലെ മഞ്ചേരി കുട്ടിച്ചാത്തൻ ക്ഷേത്രോത്സവത്തിനിടെയാണ് അശ്വിൻ ക്രൂരമായ ആക്രമണത്തിനിരയായത്. ക്ഷേത്രത്തിന് പരിസരത്ത് വെച്ച് ഒരു സംഘം സംഘടിതമായി അശ്വിനെ ആക്രമിക്കുകയായിരുന്നു. ബൈക്ക് വേഗത്തിൽ സഞ്ചരിച്ചതിന് എതിരെ സംസാരിച്ചതാണ് വിരോധത്തിനിടയാക്കിയതെന്നാണ് അശ്വിൻ കരുതുന്നത്. ആക്രമണത്തിൽ വലത് കൈക്ക് പൊട്ടലും താടിയിൽ മുറിവുമുണ്ടായി. 2 പല്ലുകൾ പൊട്ടിപ്പോവുകയും ചെയ്തു. തുടർന്ന് ആശുപത്രിയിലും വീട്ടിലും ചികിത്സയിലായിരുന്നു. 2 മാസക്കാലം ജോലി ചെയ്യാനായില്ല. അതിനിടെ പ്രതികളിൽ ഒരാളെ മാത്രമാണ് എടച്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രതികളിൽ ഒരാളുടെ പേര് തെറ്റായാണ് ചേർത്തിരിക്കുന്നതെന്നും അശ്വിൻ പറയുന്നു. 2.5 മാസമായിട്ടും ഒരു പ്രതിയെ മാത്രമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ബാക്കിയുള്ള 10ഓളം പ്രതികൾ നാട്ടിൽ തന്നെ ഉണ്ടായിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എനിക്ക് നല്ല രീതിയിൽ നീതി കിട്ടണമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രതികൾ സമർപ്പിച്ച ജാമ്യഹർജി സെഷൻസ് കോടതി തള്ളിയിരുന്നു. നടപടിയെടുക്കാത്തതിനാൽ വീടിന് പരിസരത്ത് തന്നെ പ്രതികൾ തുടരുന്നതിൽ അശ്വിനും കുടുംബത്തിനും ഭീതിയുണ്ട്. നീതി തേടി മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 വടകര. കോതമംഗലം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോതമംഗലം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ST വനിതകൾക്ക് വേണ്ടിയുള്ള പെണ്ണാട് പദ്ധതിയുടെ ഉദ്ഘാടനം 100 ഏക്കറിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ ഉദ്ഘാടനം ചെയ്തു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CBKA അധ്യക്ഷനായിരുന്നു. 10 ലക്ഷം രൂപയാണ് അടങ്കൽ തുക. ഉദ്ഘാടനമാണ് ഇവിടെ നടത്തപ്പെടുന്നത്. നമ്മളിതിന് ST മേഖലയിലെ പണിക്ക് പോകാതെ ഇരിക്കുന്ന ആളുകളുടെ അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ആട് വിതരണം എന്ന പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. ആ വിതരണത്തിന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഫോറസ്റ്റ് കോംപ്ലക്സ് തുറക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു. കൊല്ലം തെന്മല ഗ്രാമപഞ്ചായത്തിലെ ഇടമണ്ണിലാണ് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ കോംപ്ലക്സ് നിർമ്മാണം പൂർത്തിയാക്കിയത്. വനം വകുപ്പിന്റെ നിയന്ത്രണത്തിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് പണിത ഫോറസ്റ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് 1.5 വർഷം പിന്നിട്ടിട്ടും തുറന്നു പ്രവർത്തിക്കുന്നില്ല. അഞ്ചൽ ഫോറസ്റ്റ് റേഞ്ചിന്റെ പരിധിയിൽ വരുന്ന ആയിരനല്ലൂർ ഫോറസ്റ്റ് സെക്ഷനിലെ ബീറ്റ് ഓഫീസിനു വേണ്ടിയാണ് 20 ലക്ഷം രൂപ ചെലവഴിച്ച് കെട്ടിടം യാഥാർത്ഥ്യമാക്കിയത്. വനംവകുപ്പ് മന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിർമ്മിച്ച കേന്ദ്രമാണ് ഇപ്പോൾ പൂട്ടിക്കിടക്കുന്നത്. പൊതുവികസനത്തിനായി തെന്മല പഞ്ചായത്തിൽ റവന്യൂ സ്ഥലം ഇല്ലാതിരിക്കുകയും മറ്റ് വിപണന കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് കെട്ടിടങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സമയത്താണ് വനംവകുപ്പ് ഇത്തരത്തിൽ ഒരു കെട്ടിടം പണിത് പൂർത്തീകരിച്ചിട്ട് തികഞ്ഞ അനാസ്ഥ കാണിക്കുന്നത്. അടിയന്തരമായി ഈ കെട്ടിടം പട്ടിക വർഗ വിഭാഗത്തിൽപ്പെട്ട ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിപണന കേന്ദ്രം നടത്തുന്നതിനും അതോടൊപ്പം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്ദേശിച്ച തരത്തിലുള്ള കേന്ദ്രമായി പ്രവർത്തനം ആരംഭിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ്
അഭ്യർത്ഥിക്കാനുള്ളത്. നിലവിൽ കല്ലടയാറിന്റെ തീരത്തെ ആയിരനെല്ലൂരിലാണ് ഫോറസ്റ്റ് സെക്ഷന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇത് ഇടമണ്ണിലേക്ക് മാറ്റുകയും ഒപ്പം ബീറ്റ് ഓഫീസ് കൂടി പ്രവർത്തിപ്പിക്കുകയുമാണ് പുതിയ കെട്ടിടം കൊണ്ട് ലക്ഷ്യമിടുന്നത്. കൂടാതെ തെന്മല, ആര്യങ്കാവ്, അച്ചൻകോവിൽ, കുളത്തൂപ്പുഴ റേഞ്ചുകളിൽ നിന്നും സംഭരിക്കുന്ന വനവിഭവങ്ങൾ ശേഖരിച്ച് വിൽപ്പന നടത്താൻ കഴിയും എന്നതും പ്രത്യേകതയാണ്. ന്യൂസ് 18 പുനലൂർ. ഇടുക്കി ചിന്നക്കനാലിൽ ആദിവാസി ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ച റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുത്തപ്പോൾ ദുരിതത്തിലായത് കയ്യേറ്റ ഭൂമിയാണെന്നറിയാതെ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്ത കർഷകനാണ്. രാജാക്കാട് മുല്ലക്കാനം സ്വദേശി തെങ്ങനാട്ട് തോമസ് എന്ന കർഷകനാണ് വഞ്ചിക്കപ്പെട്ടത്. മുല്ലക്കാനം സ്വദേശി തേങ്ങനാട്ട് തോമസ് ഏറെ പ്രതീക്ഷയോടെയാണ് 4 വർഷം മുൻപ് ചിന്നക്കലാൻ 301 കോളനിയിലെ LC മത്തായി കൈവശം വെച്ചിരുന്ന സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ആരംഭിച്ചത്. പ്രതിവർഷം 2,15,000 രൂപ പാട്ടത്തിന് 9 വർഷത്തേക്കാണ് സ്ഥലം എടുത്തത്. ഉണ്ടായിരുന്ന സ്വർണം വിറ്റും കടം വാങ്ങിയുമാണ് ഏലം നട്ടുപരിപാലിച്ചത്. ഏലക്കായുടെ വിലയിടിവും പ്രതിസന്ധികളും മറികടന്ന് ഈ വർഷം മുതൽ വരുമാനം ലഭിച്ചു തുടങ്ങുന്ന ഘട്ടത്തിലാണ് കയ്യേറ്റ ഭൂമിയാണെന്ന് കണ്ടെത്തുകയും കോടതി ഉത്തരവിനെ തുടർന്ന് റവന്യൂ വകുപ്പ് ഒഴിപ്പിക്കുകയും ചെയ്തത്. ഇതോടെ തോമസ് എന്ന കർഷകന്റെ പ്രതീക്ഷകൾ അവസാനിച്ചു. അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മഹത്യ അല്ലാതെ വേറെ മാർഗ്ഗമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുന്ന് ഒരു മാർഗ്ഗമില്ലാതെ ഇവിടെ വന്ന് സ്ഥലം എടുത്തേക്കണം. സ്ഥലം എടുത്ത് ഈ ആനക്കാട്ടി വന്ന് കിടന്നു കഴിഞ്ഞിട്ട് ഈ കണ്ടീഷൻ ആണെങ്കിൽ എന്നാ അല്ലാതെ എന്നാ ചെയ്യാൻ പറ്റും എനിക്ക്? ഇതിന് രേഖയും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ഇത് പട്ടയുള്ള 75 സെന്റ് സ്ഥലത്തിന് പട്ടയുള്ളതാണെന്നാണ് പറഞ്ഞേക്കുന്നത്. വേറെ കോടതിയിൽ പേപ്പർ ഉള്ളതാണ്. ഒരു കാരണവശാലും വേറെ ഒന്നും പേടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. പട്ടയമുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് കയ്യേറ്റക്കാർ തോമസിന് സ്ഥലം പാട്ടത്തിന് നൽകിയത്. റവന്യൂ വകുപ്പ് നിയമ നടപടി ആരംഭിച്ചതോടെ കോടതി ഉത്തരവുണ്ടെന്നും ഇവർ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. റവന്യൂ വകുപ്പ് കയ്യേറ്റ ഭൂമിയിലെ ഏലച്ചെടികൾ വെട്ടിനശിപ്പിച്ച് സർക്കാർ ഭൂമി തിരിച്ചു പിടിച്ചപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതായത് ഒരു കർഷകന്റെ വർഷങ്ങളുടെ അധ്വാനവും മുന്നോട്ടുള്ള ജീവിതവുമാണ്. റവന്യൂ ഭൂമി പാട്ടത്തിന് നൽകിയതിലൂടെ കയ്യേറ്റക്കാർക്ക് ലഭിച്ചത് ലക്ഷങ്ങളും. ന്യൂസ് 18 ഇടുക്കി. വയനാട് കൽപ്പറ്റ ഉപ്പുപാറ കോളനിയിൽ നിർമ്മിച്ച സാംസ്കാരിക നിലയത്തിന്റെ ഉദ്ഘാടനം നടന്നു. ബ്ലോക്ക് പഞ്ചായത്ത് 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. തൃക്കൈപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിലെ ഉപ്പുപാറ കോളനിയിലാണ് കേന്ദ്രം സ്ഥാപിച്ചത്. ഉദ്ഘാടനം കൽപ്പറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നസീമ ടീച്ചർ നിർവഹിച്ചു. എറണാകുളം നെല്ലിക്കുഴി പഞ്ചായത്ത് മേദല പള്ളിപ്പടി ഏക്കുനം റോഡ് നിർമ്മാണം തുടങ്ങി. ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപ വകയിരുത്തിയാണ് റോഡ് നിർമ്മിക്കുന്നത്. ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം നിർവഹിച്ചു. വാർഡ് മെമ്പർ TM അബ്ദുൾ അസീസ് അധ്യക്ഷനായി. പട്ടികളെയും പൂച്ചകളെയും പക്ഷികളെയും വളർത്തുന്നത് നമുക്കിടയിൽ സാധാരണമാണ്. എന്നാൽ തവളകളെ സ്വന്തം അരുമകളായി കാണുന്ന ഒരു കുടുംബമുണ്ട് കാസർഗോഡ്. അവരുടെ വിശേഷങ്ങൾ കാണാം ഇനി. നീലേശ്വരം കോയാമ്പുറത്തെ ഗീതയ്ക്കും കുടുംബത്തിനും തവളകൾ എന്നാൽ സ്വന്തം കുടുംബാംഗത്തെ പോലെയാണ്. 3 വർഷം മുൻപ് ഒരു മഴക്കാലത്താണ് വീട്ടുമുറ്റത്തേക്ക് വലിയ തവളയെത്തുന്നത്. സ്നേഹത്തോടെ പരിചരിച്ച തവള വീട്ടിലെ കോഴിക്കുഞ്ഞുങ്ങളെ പിടിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ടടുത്ത പുഴയിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. എന്നാൽ തവള വീണ്ടും വീട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി. പലതവണ ഇത് ആവർത്തിച്ചപ്പോൾ ബക്കറ്റിൽ വെള്ളം നിറച്ച് ഇവയെ സംരക്ഷിച്ചു. തവള ഇപ്പോൾ ഇവരുടെ അരുമയാണ്. കയ്യിലെടുത്ത് തലോടാം, ഒപ്പം കൊണ്ടുപോകാം. മകൾ ആരതിയും ഇവരുടെ കൂട്ടുകാരിയാണ്. ഇപ്പോൾ 6 വലിയ തവള ഗീതയുടെ അരുമകളായി വളരുന്നു. ഇതൊരു കൗതുകത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തതാണ്. ഇത് ഒരു 3-4 വർഷം മുന്നേ നമുക്കിവിടെ വന്ന സമയത്ത് ആദ്യമല്ല ഇത് മണ്ണിലാണ് ഉണ്ടായത്. മണ്ണിൽ താമസിക്കും. പിന്നെ നമുക്കിവിടെ സ്ഥിരം കോഴി വളർത്തുന്നതാണ്. അങ്ങനെ കോഴി വളർത്തുന്ന സമയത്ത് നമ്മളെ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങളെ ഇത് ഭക്ഷിക്കും. ഇത് ഭക്ഷിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെ 1-2 പ്രാവശ്യം അടുത്തുള്ള പുഴയിലും അടുത്തുള്ള തോട്ടിലെല്ലാം കൊണ്ട് ഉപേക്ഷിച്ചതാണ്. നമ്മൊരു സന്തോഷത്തോടെ വന്നിരിക്കുന്ന സമയത്ത് 2-3 ദിവസം കഴിയുമ്പോൾ ഇതാദ്യം വന്നിട്ട് ആ മണ്ണിൽ തന്നെ അതേ സ്ഥലത്ത് കിടക്കും. തവളയ്ക്ക് പുറമെ 8 പൂച്ചകളും 2 നായ്ക്കളുമുണ്ട്. എല്ലാത്തിനും പിന്തുണയുമായി ഭർത്താവ് കാലിച്ചാനടുക്കം ഹൈസ്കൂൾ അധ്യാപകനായ KP ബാബുവും മക്കൾ അശ്വതിയും ആരതിയും ഇവർക്കൊപ്പമുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്.
എറണാകുളം കോതമംഗലം ഗ്രേറ്റർ ലയൺസിന്റെ സൗജന്യ സ്തനരോഗ നിർണയ തെർമൽ സ്ക്രീനിംഗ് ക്യാമ്പ് ഹോളിഡേ ക്ലബിൽ നടന്നു. റിനെ മെഡിസിറ്റി ഹോസ്പിറ്റലും നെല്ലിമറ്റം മാതൃവേദി യൂണിറ്റുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത്. ഡോക്ടർ ജോസഫ് മനോജ് ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം ഗ്രേറ്റർ ലയൺസ് ക്ലബ് പ്രസിഡന്റ് KC മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. ഇടവേള. മറ്റൊരു വാർത്തയിലേക്ക് കൂടി. തൃശൂർ ചാവക്കാട് ബ്ലഡ് ഈസ് റെഡ് കൂട്ടായ്മ രക്തദാന ക്യാമ്പ് നടത്തി. BIRK തൃശൂർ ജില്ലാ കമ്മിറ്റിയും ആൽബിയോൺസ് ക്ലബും സംയുക്തമായിട്ടാണ് തൃശൂർ ജനറൽ ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിലേക്ക് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. രക്തദാന ജീവകാരുണ്യ മേഖലാ പ്രവർത്തകർക്കും വിരമിച്ച അധ്യാപകർക്കും ആദരവ് നൽകി. ചാവക്കാട് SI ബിബിൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഉദ്യോഗാർത്ഥികൾക്ക് ആശ്വാസമായി കൊടുവള്ളി നഗരസഭയുടെ നേതൃത്വത്തിൽ തൊഴിൽ മേള നടത്തി. 1000-ഓളം പേരാണ് 20-ൽ പരം കമ്പനികളുടെയും സ്ഥാപനങ്ങളുടെയും പ്രതിനിധികൾ പങ്കെടുത്ത മേളയിലെത്തിയത്. നിരവധി പേർക്ക് മേളയിൽ വെച്ച് തന്നെ നിയമന ഉത്തരവും ലഭിച്ചു. 10ാം ക്ലാസ് മുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്കാണ് മേളയിൽ അവസരമൊരുക്കിയത്. കൊടുവള്ളി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന മേളയിൽ 600-ൽ പരം ആളുകളാണ് എത്തിയത്. ഇവരിൽ ഏറെയും സ്ത്രീകളാണ്. നിരവധി പേർക്ക് തൊഴിൽ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദു പറഞ്ഞു. ഉദ്യോഗാർത്ഥികളിൽ നിന്നും വളരെ നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1500-ഓളം പേര് നേരത്തെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഏകദേശം 500-ലധികം ആളുകൾ ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ കണ്ട ഒരു ട്രെൻഡ് ബഹുഭൂരിപക്ഷം സ്ത്രീകളാണ്. അപ്പോൾ സ്ത്രീകൾക്കാണ് പലപ്പോഴും അവസരങ്ങൾ ലഭിക്കാത്തത്. അവരിത് പരമാവധി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പലർക്കും മേളയിൽ വെച്ച് തന്നെ നിയമന ഉത്തരവ് കൈമാറി. പരിഗണനയിലുള്ള മറ്റുള്ളവർക്ക് കമ്പനി തീരുമാനപ്രകാരം നിയമനം നൽകും. മേളയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ വെള്ളറ അബ്ദു നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയാലി ഹാജി അധ്യക്ഷനായിരുന്നു. ന്യൂസ് 18 കൊടുവള്ളി. തിരുവനന്തപുരം തെക്കൻ കുരിശുമല തീർത്ഥാടനം പുരോഗമിക്കുന്നു. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന തീർത്ഥാടനത്തിന്റെ 1ാം ഘട്ടം 26-ന് സമാപിക്കും. പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ തെക്കൻ കുരിശുമലയിൽ 66ാമത് തീർത്ഥാടനത്തിന് തുടക്കമായി. തുടർന്ന് നടന്ന ദിവ്യബലിക്ക് ബിഷപ്പ് നേതൃത്വം നൽകി. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുരിശുമലയിലേക്ക് വരും ദിവസങ്ങളിൽ ആയിരങ്ങൾ മല കയറും. കുരിശിന്റെ വഴിപാത തമിഴ്നാട്ടിലും കേരളത്തിലുമായതിനാൽ കേരള തമിഴ്നാട് സർക്കാരുകളുടെ വിവിധ വകുപ്പുകൾ തീർത്ഥാടനത്തിന് ഒരുക്കങ്ങൾ നടത്തും. കോവിഡിന് ശേഷം നടക്കുന്ന തീർത്ഥാടനമായതിനാൽ മല കയറാനായി വൻ ഭക്തജന തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ചൂടിനെ അവഗണിച്ച് നിരവധി പേർ മല കയറി കുരിശുമലയിലെത്തി. പെസഹ വ്യാഴം ദുഃഖവെള്ളി ദിനങ്ങളിലാണ് 2ാം ഘട്ട തീർത്ഥാടനം. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി അറിയിപ്പുകൾ നോക്കാം. പട്ടാമ്പിയിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ആണാടുകൾ വിൽപ്പനയ്ക്ക്. താൽപര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. സംസ്ഥാന ഹോർട്ടികൾച്ചറൽ മിഷൻ 25 മെട്രിക് ടൺ വരെ ഉള്ളി ശേഖരിച്ചു വെക്കാൻ ഒണിയൻ സ്റ്റോറേജ് സ്ട്രക്ചർ നിർമ്മിക്കാൻ ധനസഹായം നൽകുന്നു. യൂണിറ്റ് 1-ന് ചിലവിന്റെ 50% പരമാവധി 87,500 രൂപ ധനസഹായം നൽകുന്നു. കർഷകർ, കൂട്ടായ്മകൾ, സംരംഭകർ, കച്ചവടക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് സംസ്ഥാന ഹോർട്ടികൾച്ചറൽ മിഷൻ, കേരള യൂണിവേഴ്സിറ്റി PO, പാളയം, തിരുവനന്തപുരം എന്ന വിലാസത്തിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടാം. കോട്ടയം എലിക്കുളം ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഹരിതോത്സവ് 2023 ഈ മാസം 23-ന് നടത്തുന്നു. വൈകിട്ട് 4-ന് ഇളംകുളം ധർമ്മശാസ്ത്ര ഓഡിറ്റോറിയത്തിൽ മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഇതോടനുബന്ധിച്ച് കാർഷിക വിപണന മേളയും സംഘടിപ്പിച്ചിട്ടുണ്ട്. വയനാട് പനമരം ബ്ലോക്ക് നടപ്പാക്കുന്ന ഗോജീവ സുരക്ഷ സഞ്ചരിക്കുന്ന മൃഗാശുപത്രി പദ്ധതിക്ക് തുടക്കമിടുന്നു. കർഷകരുടെ വീട്ടുപടിക്കൽ രോഗബാധയുള്ള മൃഗങ്ങൾക്ക് ചികിത്സ നൽകും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ സേവനം ലഭ്യമാക്കും. ഓരോ പഞ്ചായത്തും കേന്ദ്രീകരിച്ചാണ് പ്രവർത്തനം. മാർച്ച് 25 വരെ സേവനം ലഭ്യമാക്കും. വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. കുടപ്പനക്കുന്ന് പ്രാദേശിക കോഴി വളർത്തൽ കേന്ദ്രത്തിൽ കോഴിവളം വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. കിലോയ്ക്ക് 3 രൂപയാണ് നിരക്ക്. വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക.
വയനാട് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽ മനോഹരമായ ഒരു പാർക്ക് രൂപപ്പെട്ടിട്ടുണ്ട്. സാധാരണ പാർക്കല്ല, മുളയുടെ പാർക്ക്. തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലാളികൾ നനച്ചു നിർമ്മിച്ച ചോലത്തുരുത്തെന്ന് പേരിട്ട മുളങ്കാടിനെ പറ്റിയുള്ള വിശേഷങ്ങളാണ് ഇനി. വയനാട് ജില്ലയിലെ വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ഈ മനോഹരമായ പച്ചത്തുരുത്ത്. വെങ്ങപ്പള്ളി പുഴയോരത്താണ് ചോലത്തുരുത്തെന്ന് പേരിട്ട ഈ മുളങ്കാട് ഗ്രാമപഞ്ചായത്ത് ഒരുക്കിയത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ വൈവിധ്യവൽക്കരണവും ഇതിലൂടെ നടത്താൻ ഗ്രാമപഞ്ചായത്തിനായി. കനത്ത മഴവെള്ളപ്പാച്ചിലും വെള്ളപ്പൊക്കത്തിലും പുഴയോരം തകരാതെ കാത്തുസൂക്ഷിക്കാൻ ഈ മുളയുടെ തുരുത്ത് ഇവരെ സഹായിച്ചു. മുളന്തുരുത്തും പരിസരവും കൂടുതൽ മനോഹരമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ. ഈ പച്ചത്തുരുത്ത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്കിവിടെ പുഴയോരങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ഇത് ആസൂത്രണം ചെയ്താൽ എന്തായിരുന്നു എന്നൊരു ആശയം ഒതുക്കുകയും ഒരു ആശങ്കയോടുകൂടിയാണ് ഞങ്ങൾ ഈ പരിപാടി ആരംഭിച്ചത്. 2020 പ്രളയത്തിൽ നമുക്കൊരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് നന്നാവും. പിന്നീട് വന്ന എല്ലാ പ്രളയത്തെയും ഇത് അതിജീവിച്ച് പ്രളയം വന്ന് വെള്ളം കയറും, വെള്ളം അങ്ങ് ഇറങ്ങിപ്പോവും. സ്വാഭാവികമായിട്ട് ഇതിന് മറ്റ് ഒരു പ്രശ്നവും ഉണ്ടാകാതെ വന്നു. മാത്രമല്ല ഇത് തൊഴിലുറപ്പ് സംവിധാനത്തിലെയും അതേപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ഞങ്ങളിത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാട് വെട്ടിയും തൈനട്ടും നനച്ചും ഏറെ പണിപ്പെട്ടാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ ഈ മുളങ്കാട് ഒരുക്കിയത്. സിനിമാ ഷൂട്ടിങ്ങിന് ഉതകുന്ന തരത്തിൽ മനോഹരമാണ് ഇവിടം ഇപ്പോൾ. ഫസ്റ്റ് ഇത് മൊത്തം കാടായിരുന്നു. അത് എല്ലാവരും ഫസ്റ്റ് ചെത്തി നന്നാക്കിയിട്ടാണ് പിന്നെ തൈ വെച്ചത്. പിന്നെ വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ മുള തൈയൊക്കെ വെച്ച് ഈ പുഴയോരവും മുളങ്കാടുകളും കൂടുതൽ മനോഹരമാക്കാനും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനുമാണ് ഗ്രാമപഞ്ചായത്തിന്റെയും നാട്ടുകാരുടെയും തീരുമാനം. ഒരു ജൈവ വൈവിധ്യ പാർക്കായി ചോലത്തുരുത്തിനെ മാറ്റണമെന്നാണ് ഇവരുടെ അഭിലാഷം. ന്യൂസ് 18 വയനാട്. നാട്ടുവർത്തമാനം പൂർത്തിയാകുന്നു. നമസ്കാരം.